ഭാരതപ്പുഴയുടെ ആദ്യത്തെ പാലവും പുതിയ പാലത്തിന്റെ അടിഭാഗത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ ദേശീയപാത കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരുന്ന പാലത്തിന്റെ ഏറ്റവും പുതിയ വർക്കുകളാണ്. കുറ്റിപ്പുറം മിനി പമ്പയിൽ വരുന്ന മേൽപ്പാലവും കുറ്റിപ്പുറം ജംഗ്ഷനിൽ വരുന്ന മേൽപ്പാലവും റെയിൽവേക്ക് കുറുകെ വരുന്ന പാലത്തിന്റെയും ഏറ്റവും പുതിയ റോഡ് വർക്ക് കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ പഴയ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് റോഡ് കടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മിനി പമ്പയിൽ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്കുണ്ട്. മുന്നൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഫ്ലൈ ഓവറിൻ്റെ വർക്ക്. അത് ഏറ്റവും പുതിയ വർക്ക് എത്രത്തോളമായി എന്നുള്ളത് ആദ്യം നിങ്ങളെ കാണിക്കാം. പൊന്നാണി അമംഗലം ഭാഗത്തു നിന്നും എടപ്പാൾ ഭാഗത്തേക്കുള്ള ഒരു ചെറിയ ഫ്ലൈ ഓവർ, അതിൻ്റെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ ആയിരുന്നു മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പില്ലറിൻ്റെ വർക്കുകൾ ഇന്നിപ്പോൾ പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതോ ഗർഡർ ലോഞ്ചിങ് ഒക്കെ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ മിനി പമ്പയിലെത്തി. മിനി പമ്പിൻ്റെ ഇവിടെ നിന്നുള്ള ഫ്ലൈ ഓവറിൻ്റെ ഏറ്റവും പുതിയ വർക്കിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നാണി അമംഗലം ഭാഗത്തു നിന്നും എടപ്പാൾ ഭാഗത്തേക്കാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത്, ഒരു 3 ലൈൻ്റെ. അപ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെ ബീമിൻ്റെ വർക്കുകളും സ്റ്റാൻഡുകളൊക്കെ വെച്ച് വരുന്നുണ്ട്. അതുപോലെ പില്ലറിൻ്റെ വർക്കുകളും പിയറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. ഇതിൻ്റെ തുടക്ക ഭാഗമാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ അമംഗലം ഭാഗത്തു നിന്ന് ഈ കാണുന്ന ഈ വാളിന് 2 ഭാഗത്തും സൈഡ് വാള് ബ്ലോക്ക് വെച്ച് പിന്നെ ആ ഒരു വർക്കുകൾ ഇവിടെ നിന്ന് നടക്കാറുണ്ട്. അപ്പോൾ ഉയർത്തി ഇതിനോട് ഒപ്പിച്ച് കറക്റ്റ് വരും കേട്ടോ. കണ്ടില്ലേ, ഈ തുടക്ക ഭാഗമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഈ എടപ്പാൾ ഭാഗത്തേക്ക് സ്റ്റാൻഡൊക്കെ ഇങ്ങനെ വെച്ച് പോയി കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ സെൻറ്ററിൽ മിനി പമ്പിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ളത് ഇവിടെയൊക്കെ പിയറിൻ്റെ വർക്കുകൾ സെൻറ്റർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് എടപ്പാൾ ഭാഗത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ പില്ലറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഗർഡർ വെക്കാനുണ്ട്. അത് മാത്രമല്ല അതിന് മുന്നേ 2-3 പില്ലറിൻ്റെ വർക്കുകൾ അവിടെ പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനി നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച ആ കിടലൻ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിൽ ടാറിംഗ് വർക്ക് ആയിട്ടില്ല എന്നുള്ളതും ബാക്കി എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തെ സൈഡ് വാള്, അതുപോലെ തന്നെ സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കുകൾ, ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതിന് മുകളിൽ മാസ്റ്റിക് വേഡ് വിരിച്ച് വിറ്റമിൻ സ്പ്രേ വർക്കുകളും ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫൈനൽ ടാറിംഗ് വർക്കൊക്കെയാണ് ഇനി കുറ്റിപ്പുറം പാലത്തിന് മുകളിൽ നടക്കാനുള്ളത്. പാലത്തിന് മുകളിൽ നിന്നുള്ള മിനി പമ്പയുടെ ആ ഫ്ലൈ ഓവറിൻ്റെ ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സെൻട്രൽ സിഗ്നലിൻ്റെ ഭാഗത്ത് പിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നങ്ങോട്ട് എടപ്പാളിലേക്ക് അത് കടന്നു പോകും. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇനി പാലത്തിൻ്റെ മുകളിലെ മെയിൻ സ്ലാബ് വാർപ്പൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പുതിയ ഈ പാലത്തിൻ്റെ മുകളിലൂടെ കടന്ന് കുറ്റിപ്പുറം സിഗ്നൽ റെയിൽവേൻ്റെ ആ ഭാഗം വരെയുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. നമുക്കിപ്പോൾ ആദ്യത്തെ പാലം കാണാൻ ഇതിൻ്റെ കൈവരിയൊക്കെ ഏകദേശം ഒരു 370 മീറ്റർ നീളമാണ് ഈ പാലത്തിന്. 1953 നമ്മൾ ആദ്യത്തെ പാലത്തിൻ്റെ ഉദ്ഘാടനം. 23 ലക്ഷം രൂപയാണ് അന്ന് ഈ പാലത്തിന് കണക്കായത് കേട്ടോ. ഒരു 4-4.5 കൊല്ലം വർഷമെടുത്തിട്ടാണ് ഈ പാലത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചത്. ഏതായാലും നമ്മൾ പുതിയ പാലം ഒരു 2 വർഷം, ഏകദേശം 2-2.5 വർഷമായി പാലത്തിൻ്റെ മുകളിലത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി. ഇവിടെ താഴ്ഭാഗത്ത് ഉള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത ഏരിയ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഏകദേശം പാലത്തിൻ്റെ ഈ തുടക്ക ഭാഗത്തു നിന്ന് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് ഇതുവരെ നടന്ന വർക്കുകളൊക്കെ. അപ്പോൾ അതും കണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ കണ്ടപ്പോൾ ഈ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊന്നും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ തൊട്ട് ആ അറ്റം വരെ അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പുഴയുടെ ഭാഗത്തേക്ക് എത്രത്തോളം വെള്ളം, ഇപ്പോൾ നല്ല മഴക്കാലമായതുകൊണ്ട് തന്നെ വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നേ അടിഭാഗത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പാലത്തിന് കുത്തു കൊടുത്തിരുന്ന അതായത് തൂണുകളുണ്ടല്ലോ, ഇരുമ്പിൻ്റെ തൂണുകൾ, അതൊക്കെ എടുത്ത് മാറ്റി ആ ഭാഗത്ത് താഴേക്ക് എടുക്കാൻ, അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി ഫിനിഷിങ് ആക്കിയിട്ടുണ്ടാവും. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ പെയിൻറ്റിങ് പണിയിലേക്കാണ് അടിഭാഗത്ത്. ആ പണികളും എത്രത്തോളമായി എന്നതൊക്കെ നമ്മൾ താഴ്ഭാഗത്ത് നിങ്ങളെ കാണിക്കാം. പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആ മരത്തേക്കുള്ളൊരു കാഴ്ചയൊക്കെ അരയന്ന പക്ഷികൾ ഇങ്ങനെ ഒരുപാട് അടക്കാം. അപ്പോൾ മിനി പമ്പൻ്റെ ഭാഗത്തുള്ള ഫ്ലൈ ഓവറും അതിൻ്റെ പാലത്തിൻ്റെ തുടക്കഭാവം അതും കണ്ടു. നമ്മളിനി ഇവിടെ നിന്ന് അങ്ങോട്ട് പാലത്തിൻ്റെ ആ അറ്റം വരെയുള്ളൊരു കാഴ്ചയായിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് 2 ഭാഗത്തെ സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ലെവലാക്കിയിട്ട് കുറ്റിപ്പുറം സിഗ്നൽ ഭാഗത്തേക്ക് ആയിട്ടുണ്ട്. അതുവഴി നമുക്ക് സർവീസ് ഒന്ന് കടന്ന് പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് പോകാം. അപ്പോൾ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്തുനിന്ന് പോലെ കാണിക്കാൻ നല്ല നീളമുള്ള പാലായതുകൊണ്ട് തന്നെ സെൻട്രൽ ഭാഗത്തുള്ള എത്രത്തോളമാണ് ഏറ്റവും പുതിയ കാഴ്ചകൾ, എത്ര പുതിയ വർക്കുകൾ, അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും
പുഴയുടെ ആ ഭാഗത്തേക്കൊന്ന് വീഡിയോ എടുക്കട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് കുറ്റിപ്പുറം സിഗ്നൽ വരുന്ന ഭാഗത്ത് ഇതുപോലെ മിനി പമ്പൻ്റെ ഭാഗത്തുള്ള ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലൈ ഓവർ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഈ ലാസ്റ്റ് എൻഡിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു വർക്കാണ് നടക്കുന്നത്. അത് പൂർത്തീകരിച്ചിട്ടില്ല. നമ്മൾ പാലത്തിൻ്റെ തുടക്ക ഭാഗത്ത് മണ്ണിട്ട് ലെവൽ ചെയ്തിട്ട് നമ്മൾ തുടക്കത്തിൽ ആ ഭാഗത്ത് നിന്ന് കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ അതും കണ്ട് താഴേക്ക് പോയിട്ട് താഴത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിനി റെയിൽവേൻ്റെ കുറുകെ വരുന്ന പാലത്തിൻ്റെ ആ ഏരിയകളെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഏകദേശം പാലത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇവിടെ നിന്നുള്ള ആ ഒരു കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കട്ടോ. പാലത്തിൻ്റെ സെൻറ്ററാണ് നിൽക്കുന്നത്. ആദ്യത്തെ പാലം കാണാം. അതുപോലെ ഇവിടെയൊക്കെ സൈഡ് കോൺക്രീറ്റ് വാള് ബാരിയറിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ചില ക്യാപ്പുകൾ കാണുന്നില്ല, സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നതിന് വേണ്ടിയുള്ള ക്യാപ്പുകളാട്ടോ. അപ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ട്. പലയിടത്തും നമ്മൾ വീഡിയോയിൽ കാണാറുണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച ഏരിയകളൊക്കെ. അപ്പോൾ അതിനുവേണ്ടി ഇവിടെയൊക്കെ അതിനുള്ള ക്യാപ്പുകൾ ഇട്ട് പോയ ഏരിയ ഉണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് നടക്കാണ്ട് മാസ്റ്റിക് പാഡ് വിരിച്ചുള്ള സ്പ്രേ വർക്കുകളും ടാറിങ് വർക്കുകളും ഒക്കെ ഇനി ഇവിടെ പൂർത്തീകരിക്കാനുണ്ട്. പിന്നെ ഓരോ ഗർഡർ വെച്ച ഓരോ ഗർഡറിൻ്റെ നീളത്തിനനുസരിച്ച ക്യാപ്പുകളുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്നുള്ള പുഴയുടെ 2 ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് മാത്രം കാണിക്കും. ഇന്ന് പെട്ടെന്ന് നമുക്ക് പാലത്തിൻ്റെ താഴ് ഭാഗത്തുള്ള ആ കിടലൻ കാഴ്ചയൊക്കെ ഒന്ന് കാണാം. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ആ ഏരിയയിലെത്തിയിടും. ആ ചീനിമലാണല്ലേ ആദ്യത്തെ പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മിനി പമ്പ അവിടെ നിന്ന് റൗണ്ട് ചെയ്ത് പുതിയ പാലവും കടന്ന് ഈ ഏരിയയിൽ തന്നെ എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം ആ ഏരിയയിലേക്ക് 2 ഭാഗത്തും സൈഡ് വാള് ബ്ലോക്കിൽ ഉയർത്തി മണ്ണിട്ട് ഫ്ലൈ ഓവറിനോട് ടച്ച് ആക്കുന്ന വർക്കാണ് ഇവിടെ നടക്കാനുള്ളത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ ലെഫ്റ്റ് ഭാഗത്ത് ബ്ലോക്ക് ഉയർത്തി വന്നിട്ടുണ്ട്. പാലത്തിനോടൊപ്പിച്ച് ഏകദേശം ഇനിയൊരു 10-15 ബ്ലോക്കിൻ്റെ ഹൈറ്റിലേക്ക് ആ ഏരിയയിൽ വരാനുണ്ട്. അപ്പോൾ അതുവഴി കടന്ന് അവിടെ സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതുവഴി കടന്ന് പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് പോകാൻ പറ്റും. അതുപോലെ തുടക്കത്തിൽ ഈ ഏരിയയിലായിരുന്നു നമ്മുടെ ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തത്. ഈ കുറ്റിപ്പുറം പാലത്തിനും കുറ്റിപ്പുറം ജംഗ്ഷൻ റെയിൽവേക്കൊക്കെ ഉള്ളത്. അപ്പോൾ ആ റെയിൽവേൻ്റെ ഭാഗത്തേക്ക് അഞ്ഞ് ഗർഡർ വെക്കണം. അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് പോകുമ്പോൾ സൈഡ് വാള് ബ്ലോക്കിൽ ഏകദേശം ഒരു 10-15ഓളം ബ്ലോക്കിൻ്റെ കട്ടക്കായിട്ടിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ഏരിയയിൽ കുറച്ചുകൂടി ടച്ച് ആക്കാണ്ട് അങ്ങനെ അടിയിലെത്തിയിട്ടോ അടിപൊളി. അങ്ങനെ പില്ലറിൻ്റെ പണികൾ, പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ, ഗർഡറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത പെയിൻറ്റും പണികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാട്ടോ. ഇപ്പോൾ ഗർഡറിന് ഗ്രേ കളറ്, അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് ദൂരേക്ക് നോക്കി സെൻറ്ററിൽ പില്ലറിൻ്റെ ഫൗണ്ടേഷൻ ഭാഗത്ത് റൗണ്ടിൽ ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗത്തേക്ക് ബ്ലൂ കളർ അടിക്കും. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. പണികളൊക്കെ പൂർത്തീകരിച്ചാൽ നമ്മളെ ഈ പുഴയോരത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള മുകൾ ഭാഗത്തേക്കുള്ള ആ കാഴ്ചകളൊക്കെ. അപ്പോൾ വെള്ളം വളരെ വറ്റിയിരുന്നൊരു ഇതിന് ഇപ്പോൾ മഴ വന്നുകൊണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് നമ്മളിതിൻ്റെ അടിയിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് ഞാൻ ഒരു നല്ല വ്യൂ നിങ്ങൾക്ക് കാണിക്കാം. 2 പില്ലറിൻ്റെ ഇടയിലൂടെയുള്ള ആ അറ്റം വരെ മിനി പമ്പൻ്റെ ആ ഭാഗം വരെയുള്ള ആ ഒരു കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതും കണ്ട് നമുക്ക് കുറ്റിപ്പുറം സിഗ്നൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ അവിടെ എത്രത്തോളം ഈ പാലത്തിൻ്റെ 2 ഭാഗത്തെ വാള് ഉയർത്തി വന്ന് ഫ്ലൈ ഓവറിന് ടച്ച് ചെയ്തിട്ടുള്ളതൊക്കെയാണ് അടുത്ത ഘട്ടം നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അടിഭാഗത്തുള്ള കാഴ്ച അടിപൊളി അല്ലേ, വീണ്ടും സൂപ്പർ. രണ്ട് പില്ലറിൻ്റെ ഇടയിലൂടെ ആ അറ്റം വരെയുള്ള ഒരു കാഴ്ചയാണ് നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിങ്ങളെ കാണിക്കുന്നത്.
കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചത്. ഇവിടെ ഇനി കാര്യമായിട്ടുള്ള വർക്ക് ഈ കാണുന്ന തൂണിനുള്ള പെയിൻറ്റ് പിന്നെ ബ്ലൂ കളറുള്ള പെയിൻ്റ് അടിക്കാനുള്ള വർക്ക് ഇനി കാര്യമായിട്ടുള്ള ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആണ്. അതുപോലെ ആദ്യത്തെ പാലത്തിൻ്റെ അടിയിൽ ആ ഏരിയ ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം സിഗ്നൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് അടുത്തതായിട്ട് കാണിക്കാനുള്ളത്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് സൈഡ് ബ്ലോക്ക് പറ്റിച്ച ഏരിയ നമ്മൾ തുറക്കുക. അവിടെ നിന്ന് വന്നപ്പോൾ ആ കണ്ടൊരു ഏരിയയാണ്. ഇതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിരുന്നു ഈ പാലത്തിനൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഈ പാലത്തിനൊക്കെയുള്ള ഗർഡർ കോൺക്രീറ്റ് എന്ന വർക്കുകൾ ഇവിടെയായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഗർഡറുകൾ ഇനി ഈ റെയിൽവേക്ക് വരുന്ന ആ ഏരിയക്കുള്ള ഗർഡർ മാത്രമാണ് ഇവിടെ ഉള്ളത്. മിനി പമ്പൻ്റെ ഭാഗത്ത് വരുന്ന ഫ്ലൈ ഓവറിന് അയങ്കലം ഭാഗത്തേക്ക് ആ ഒരു ഏരിയയിലാണ് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഗർഡറിനുള്ള. അപ്പോൾ ഈ കാണുന്ന ഗർഡർ ഇനി നമ്മുടെ റെയിൽവേക്ക് ആ ഭാഗത്തേക്കാണ് ഞാൻ അതിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ലെവലായി വന്നിട്ടുണ്ട്. ഇനി ബ്ലോക്കിൻ്റെ വർക്ക് 2 ഭാഗം സൈഡ് വാള് ബ്ലോക്ക് പതിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലൈ ഓവറിന് ടച്ചാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറ്റിപ്പുറം ജംഗ്ഷനിൽ ഈ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പില്ലറ്, പിയർ ക്യാപ്പ്, ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞു, മെയിൻ സ്ലാബ് വാർപ്പിട്ടു, 2 സൈഡിലെ ക്രാഷ് ബാരിയർ, സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ ഒക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞതാട്ടോ. ഇനിയുള്ളത് ടാറിംഗ് വർക്കാണ്, മാസ്റ്റിക് ബാഡ് വിരിച്ചിട്ടുള്ളത്. അത് കുറ്റിപ്പുറം ഭാരതപ്പുഴ അവിടെ നിന്നോട്ട് ഈ പാലത്തിനോട് 2 സൈഡിലെ ബ്ലോക്ക് ഉയർത്തി മണ്ണ് കമ്പാക്റ്റിക്കും മെറ്റലിട്ട് വരുന്ന വർക്കുകളൊക്കെ ആയതിനു ശേഷമായിരിക്കും ഇതിൻ്റെ മുകളിലെ ടാറിംഗ് വർക്ക് അതിനൊപ്പം നടക്കുക. അപ്പോൾ ആ ഒരു വർക്കേ ഇനി ഇവിടെ നടക്കാനുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് റെയിൽവേക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ വർക്ക് കൂടിയാണ് ഇനി നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ 3 പാലത്തിൻ്റെ വർക്കുകൾ നമ്മൾ കണ്ടു. കുറ്റിപ്പുറം മെയിൻ പാലം, മിനി പമ്പൻ്റെ ഫ്ലൈ ഓവർ, കുറ്റിപ്പുറം സിഗ്നൽ, ഇവിടുത്തെ ഈ ഫ്ലൈ ഓവർ. ഇവിടുന്ന് 2 സൈഡിലെ വാൾ ഉയർത്തി വരാനുണ്ട്. ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാം വാൾ കെട്ടി ഉയർത്തി വരുന്നത് കേട്ടോ. അടിയിൽ കോൺക്രീറ്റ്, പിന്നീട് ബ്ലോക്കിൽ ഉയർത്തി വരുന്നൊരു കാഴ്ചയൊക്കെയാണ് കാണുന്നത്. ഇതാണ് ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ഈ ഭാഗത്തേക്കുള്ള എൻഡ്. ഇവിടുന്ന് 2 സൈഡിലും ഇനി ഇതുപോലെ മണ്ണിട്ട് നല്ല ഹൈറ്റിൽ വരാനുണ്ട്. മണ്ണ് കമ്പാക്റ്റിങ്ങും ഒക്കെ ഇനി നടക്കാനുള്ളതാണ്. അപ്പോൾ കുറ്റിപ്പുറം റെയിൽവേൻ്റെ ആ ഏരിയയിലാണ് ഇനി വർക്ക് വളരെ മന്ദഗതിയിലായിരുന്നു. ഇതുവരെ പില്ലറിൻ്റെ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ പിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് മുകളിൽ ബെയറിംഗ് ഗർഡർ ലോഞ്ചിങ് ചെയ്യാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം വന്നിട്ടുണ്ട്. എത്രത്തോളം ഏറ്റവും പുതിയ പാലത്തിൻ്റെ വർക്കുകളും കണ്ട് നമുക്ക് വീഡിയോ പാലത്തിൻ്റെ അവസാന ഭാഗത്ത് വൈൻഡപ്പ് ചെയ്യാം. കുറ്റിപ്പുറം ടൗണിലേക്കുള്ള റോഡ്, അതുപോലെ തന്നെ റെയിൽവേക്ക് വരുന്ന 2ൻ്റെ മുകളിലൂടെയുള്ള ഈ പാലത്തിൻ്റെ പിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് മുകളിലെ ഗർഡർ വെക്കാനുള്ള ആ ബെയറിംഗ് അതിൻ്റെ സെറ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെയോ മറ്റന്നാളായിട്ട് ഒരു പക്ഷേ ഗർഡർ ലോഞ്ചിങ് ഇവിടെ നടക്കട്ടോ. അത്രയും വേഗതയിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. മുന്നേ നമ്മളൊക്കെ ഇവിടുത്തെ വീഡിയോ കാണുന്ന സമയത്ത് ഇതിൻ്റെ പില്ലറിൻ്റെ വർക്കുകൾ, കുറ്റിപ്പുറം പാലത്തിന് മെയിൻ പാലത്തിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയ സമയത്തും ഇവിടെ പില്ലറിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ വളരെ തകൃതിയിലാണ് കുറ്റിപ്പുറം റെയിൽവേക്ക് വരുന്ന പാലത്തിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഇനി ഒറ്റ പില്ലറിൻ്റെ മുകളിൽ പിയർ ക്യാപ്പിൻ്റെ മുകളിലുള്ള ഗർഡർ വെക്കാനുള്ള ആ കോൺക്രീറ്റ് വർക്ക് നടക്കുക കേട്ടോ. അതും കൂടി കംപ്ലീറ്റ് ആകണം. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഗർഡർ ലോഞ്ചിങ് നമുക്ക് കാണാം. നേരെ ഓപ്പോസിറ്റ് റെയിൽവേൻ്റെ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ ആ ഏരിയയിൽ ഇതുവരെ വർക്കുകൾ പില്ലറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെ പില്ലറുടെ പകുതി വർക്കുകളെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഏരിയയിലെത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇവിടെ നിന്ന് സൂം ചെയ്ത് അതിനെ കിട്ടും. റെയിൽവേ ഉണ്ടല്ലേ. അപ്പോൾ ആ ഏരിയയിലെത്തിയിട്ട് അവിടുത്തെ വർക്കുകളും കാണിക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പെട്ടെന്ന് ഇതിൻ്റെ ഗർഡർ ലോഞ്ചിങ് ഉണ്ടാവും. ആ ഭാഗത്ത് ഇനിയും വർക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിലെത്തി. ഇവിടെ നിങ്ങൾ പില്ലറിൻ്റെ കമ്പികളൊക്കെ ഉയർന്നു വരുന്ന പകുതി കോൺക്രീറ്റ് വർക്ക് ആയിട്ടുള്ളൂ. ഇനി പിയറിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അതുപോലെ ഗർഡറുകളൊക്കെ വെച്ച് മെയിൻ സ്ലാബ് വാർപ്പിട്ട് വരാണ്ട്. അപ്പോൾ കുറച്ചുകൂടി കാലതാമസം നമ്മുടെ റെയിൽവേൻ്റെ കുറുകെ വരുന്ന പാലത്തിനെടുക്കും എന്നതാണ് നമുക്കിവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീഡിയോ നമ്മൾ പാലത്തിൻ്റെ ഈ ഭാഗത്ത് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരുന്ന പാലവും മിനി പമ്പ ജംഗ്ഷൻ ഫ്ലൈ ഓവർ കുറ്റിപ്പുറം റെയിൽവേൻ്റെ ഈ ഒരു പാലവും ഇതിൻ്റെ 3-4 പാലത്തിന് ഏറ്റവും പുതിയൊരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.